എൻ്റെ പേര് BL അരുണാണ്. ഞാൻ മനോരമ ന്യൂസിൻ്റെ പാലക്കാട് കറസ്പോണ്ടൻ്റാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച ദൃശ്യമാധ്യമ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച ഒരു വീട്ടമ്മ ആ ക്യാൻസറിനെ പശു വളർത്തലിലൂടെ അതിജീവിച്ച് മുന്നേറിയ, ക്യാൻസറിൽ നിന്ന് മുക്തയായ ഒരു അനുഭവം പറഞ്ഞതിനാണ് പുരസ്കാരം ലഭിച്ചത്. നമസ്കാരം, ഞാൻ മാതൃഭൂമിയുടെ സീനിയർ സബ് എഡിറ്ററാണ് പാലക്കാട്. ക്ഷീരവികസന വകുപ്പിൻ്റെ മികച്ച പത്ര ഫീച്ചർ വിഭാഗത്തിലെ അവാർഡാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനൊരു ക്ഷീരവികസന വകുപ്പ് എൻ്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. എൻ്റെ ലൈഫ് തന്നെയായിരുന്നു. കാരണം എൻ്റെ അമ്മ ക്ഷീരവികസന വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു സൊസൈറ്റിയിൽ. അതുകൊണ്ട് തന്നെ ഈ ക്ഷീര കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ വളരെ ചെറുപ്പം മുതലേ കണ്ട് അത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇവരുടെ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ധവള വിപ്ലവമല്ല, ക്ഷീരകർഷകർക്ക് ഇത് ജീവിത സമരം എന്നുള്ളൊരു പരമ്പര മാതൃഭൂമി ചെയ്തത്. അതിനാണ് ഈ അവാർഡ് കിട്ടിയത്. എൻ്റെ പേര് അനിൽ വള്ളിക്കാട്, മാതൃഭൂമിയുടെ പാലക്കാട് ലേഖകനാണ്. പക്ഷെ പുരസ്കാരം ലഭിച്ചത് ഒരു സഹകരണ മാസികയിൽ എഴുതിയ ലേഖനത്തിനാണ്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള മുതലമട എന്ന പ്രദേശത്ത് അവിടുത്തെ കർഷകർ ശിശു പരിപാലനം ആഘോഷമാക്കുന്നതിൻ്റെയും അവരുടെ വളർത്തലിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും വിശദമാക്കിയിട്ടുള്ള ലേഖനത്തിനാണ് എനിക്ക് പുരസ്കാരം ലഭിച്ചത്. അത്യധികം സന്തോഷിക്കുന്നു. എൻ്റെ പേര് സിബു എന്നാണ്. ഞാൻ പാലക്കാട് മലയാള മനോരമയിൽ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. മികച്ച ഈ വർഷത്തെ ഫോട്ടോഗ്രാഫർക്കുള്ള അവാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതിലും വളരെ സന്തോഷം. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇടുക്കി പോലൊരു ജില്ലയിൽ വന്ന് ഇത്തരത്തിൽ വലിയൊരു പുരസ്കാരം നേടാൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ ഈ വലിയൊരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും അഭിമാനിക്കുന്നു. പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ക്ഷീരകർഷകരുള്ള ജില്ല, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹസമ്പന്നരായ മലയോര മേഖലയിലെ ജനതയ്ക്കൊപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ട്. വളരെ മികച്ച രീതിയിൽ ഈ പരിപാടി സംഘടിപ്പിച്ച ക്ഷീരവികസന വകുപ്പിന് എല്ലാവിധ ആശംസയും നേരുന്നു. വലിയ അഭിമാനം. ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു.